സുനിൽ അരിമാനൂർ നമ്മോടൊപ്പമുണ്ട്. സുനിൽ, അതായത് ലീഗും RSPയും അടക്കമുള്ള ഘടകകക്ഷികളും മാണിക്കെതിരെ നിലപാടെടുത്തിരിക്കുകയാണോ? എന്താണ് അതിന്റെ വിവരങ്ങൾ? സുനിൽ, തീർച്ചയായും ഘടകകക്ഷികൾ കെ മാണിയെ കൈവിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്നത്. കാരണം UDFന്റെ ഉഭയകക്ഷി ചർച്ച പൂർത്തിയായിരിക്കുന്നു. മുസ്ലിം ലീഗ് തങ്ങളുടെ നിലപാട്, ഉറച്ച നിലപാടാണ് ഈ ഉഭയകക്ഷി ചർച്ചയിൽ പറഞ്ഞത്. മന്ത്രി KM മാണി രാജിവെച്ചേ മതിയാകൂ എന്നാണ് ലീഗ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ RSPയും ആ നിലപാട് തന്നെയാണ് ഇന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിയും മറ്റ് UDF ഘടകകക്ഷി നേതാക്കളുമായിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് ജേക്കബ് വിഭാഗവും ഈ നിലപാട് ആവർത്തിക്കുകയായിരുന്നു. ഇത് ജോണി നെല്ലൂർ തന്നെ വ്യക്തമാക്കുകയുണ്ടായി. പക്ഷേ മുഖ്യമന്ത്രി മറ്റൊരു കാര്യം പ്രധാനമായി പറഞ്ഞ് ഈ അഭിപ്രായമെല്ലാം കേട്ട ശേഷം മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ഘടകകക്ഷി നേതാക്കളൊന്നും തലസ്ഥാനം വിട്ടു പോകരുത്, വീണ്ടും എന്തായാലും ഒരു കൂടിക്കാഴ്ച കൂടി വേണ്ടിവരും, അതുകൊണ്ട് ആരും തലസ്ഥാനം വിട്ടു പോകരുത് എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. പക്ഷേ മാണി ഇക്കാര്യത്തിൽ കടുത്ത നിലപാടിൽ സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് കൃത്യമായ അന്ത്യശാസനം നൽകിക്കൊണ്ട് മാണി തൻ്റെ വസതിയിൽ നിൽക്കുന്ന കാഴ്ചയും സമാന്തരമായി നമുക്ക് പങ്കുവയ്ക്കേണ്ടി വരുന്നു. എന്തായാലും ഇനി മുഖ്യമന്ത്രി ഇവിടെ നടന്ന തീരുമാനങ്ങൾ KM മാണിയെ അറിയിക്കും. ചിലപ്പോൾ മുഖ്യമന്ത്രി KM മാണിയെ ക്ലിഫ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തിയാവും ചിലപ്പോൾ ഇക്കാര്യം പറയുന്നത്. അല്ലെങ്കിൽ ഘടകകക്ഷിയിൽ ഏതെങ്കിലും നേതാക്കളെ ഇതിന് നിയോഗിക്കുകയോ ടെലിഫോൺ വഴിയോ ആയിരിക്കും ഇക്കാര്യം നടത്തുന്നത്. ഇനി രമേശ് ചെന്നിത്തലയും KPCC പ്രസിഡന്റും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ നിലപാട് ഏതു തരത്തിലാണ് എന്നുള്ളത് VM സുധീരനും വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇക്കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായും UDF യോഗത്തിനകത്ത് UDFൽ ഇപ്പോൾ ഉണ്ടായിരുന്ന KM മാണിയുടെ ഗ്രൂപ്പ് ഒഴികെ ഉണ്ടായിരുന്നവരുടെ യോഗത്തിലെ തീരുമാനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനി ഇത് KM മാണിയെ അറിയിക്കുകയും KM മാണി വീണ്ടും ഏത് നിലപാട് സ്വീകരിക്കുന്നു അതനുസരിച്ചായിരിക്കും UDFിലെ അന്തിമ തീരുമാനം വരിക. അതിനുവേണ്ടി തന്നെയാണ് അതായത് ഇത്തരത്തിലാണ് വിവരങ്ങൾ എത്തുന്നത്. അതായത് ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. ലീഗ് മാണി രാജിവെക്കണമെന്ന നിലപാട് അറിയിച്ചിരിക്കുന്നു, RSP നിലപാട് അറിയിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ മാണി സാറിന്റെ അടുത്തേക്ക് എത്തിക്കും, അതിനുശേഷം നിലപാടുകൾ നമുക്കെടുക്കാം, വീണ്ടും കൂടിയാലോചനകളുണ്ട്, തലസ്ഥാനം വിട്ടു പോകരുതേ എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. ശ്രീ ദേവസ്യ, അതെ, അതുകൊണ്ട് കോൺഗ്രസിന്റെ ഗൂഢാലോചനയല്ല, എല്ലാ വിഭാഗവും അങ്ങനെയാണ് എങ്കിൽ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ശ്രീ കേരള കോൺഗ്രസ്? അല്ല, ഒരു പ്രശ്നത്തിന്റെ തുടക്കത്തിലാണല്ലോ ഗൂഢാലോചന വരിക. അത് തുടർന്നുകൊണ്ട് പോകുമ്പോൾ ആ ഗൂഢാലോചനയുടെ തുടർക്കഥയാണല്ലോ. ഗൂഢാലോചന എന്ന് പറയുന്നത് ഓരോ സന്ദർഭത്തിലും അതിനെ പുഷ്ടിപ്പെടുത്താനുള്ള ആലോചനകൾ നടക്കുന്നതാണ്. ആദ്യം തുടങ്ങി വെച്ച ഗൂഢാലോചനയുടെ ബാക്കി പത്രം. ശ്രീ ദേവസ്യ, അതായത് കോടതി വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പരാമർശങ്ങൾ നിങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞു. പ്രഥമ ദൃഷ്ട്യാ തന്നെ പ്രതിയുടെ മനസാക്ഷിക്ക് വിടുന്നു, പ്രതി മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് ശരിയാണോ? സീസറിന്റെ ഭാര്യ എപ്പോഴും വിശുദ്ധയായിരിക്കണ്ടേ, സംശയത്തിന് അതീതമായിരിക്കണ്ടേ എന്ന കോടതിയുടെ ചോദ്യം നിങ്ങൾ കണ്ടില്ല. പക്ഷേ ആ പരാമർശത്തെക്കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങളുമായി പീപ്പിൾ TV അല്പസമയത്തിനകം എത്തും. തീർച്ചയായും ദേവസ്യ, അങ്ങനെയെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾക്കാകും മറുപടി പറയുക. ശ്രീ ദേവസ്യ തുടരുക. സെബാസ്റ്റ്യൻ പോളിലേക്ക്. സെബാസ്റ്റ്യൻ പോൾ, സീസറിന്റെ ഭാര്യ വിശുദ്ധയായിരിക്കണം അല്ലെങ്കിൽ സംശയത്തിന്റെ അതീതയായിരിക്കണം എന്ന് കോടതി പറഞ്ഞതിന് വലിയ മാനങ്ങൾ ഈ ഘട്ടത്തിൽ കൈവരികയാണ്. അതായത് ഉമ്മൻചാണ്ടിക്ക് തൻ്റെ അംഗത്തെ കുറിച്ച് രാജിവെക്കൂ എന്ന് പറയാൻ, അതായത് KP വിശ്വനാഥനോടോ രാമേന്ദ്രൻ മാസ്റ്ററോടോ K കരുണാകരന്റെ കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തിയത് ഒന്നുപോലെയുള്ള കപ്പാസിറ്റി ഉമ്മൻചാണ്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഈ മാണിക്ക് ഈ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വെച്ച് അദ്ദേഹത്തിന് ഇതൊക്കെ പ്രതിരോധിക്കാനുള്ള കാരണങ്ങളുണ്ട് എങ്കിൽ ഒരുപക്ഷെ ആ വിശുദ്ധിയുടെ മാനം പല അർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയിലേക്കും പടരുകയല്ലേ ശ്രീ സെബാസ്റ്റ്യൻ പോൾ? അത് സീസറിന്റെ ഭാര്യയെ കുറിച്ച് മാത്രമേ ഹൈക്കോടതി പറഞ്ഞുള്ളൂ, സീസറിനെ കുറിച്ച് പറഞ്ഞില്ല. അതിനർത്ഥം സീസറിന് ഈ വിഷയത്തിൽ ഉത്തരവാദിത്വമൊന്നുമില്ല എന്നല്ല. ജൂലിയസ് സീസർ തന്റെ ഭാര്യയുടെ സംശയത്തെ കുറിച്ച് ഏത് രീതിയിലുള്ള പ്രതികരണം നടത്തിയോ അതുപോലെ ഒരു പ്രതികരണം നടത്തുന്ന ഉത്തരവാദിത്വം ഇന്ന് ഉമ്മൻചാണ്ടിക്കുണ്ട്. ഇവിടെ ഉമ്മൻചാണ്ടിയാണ് സീസർ, സീസറിന്റെ ഭാര്യയോട് നിൽക്കട്ടെ. ആ സീസർ എന്ന് പറയുന്നു ജൂലിയസ് സീസറിനെ പോലെ ആർജവം കാണിക്കാൻ നമ്മുടെ സീസർ, കേരള സീസർ തയ്യാറാണോ എന്നാണ് ഈ നിമിഷം നമുക്ക് അറിയേണ്ടത്. അതായത് ആ സീസറിന് ഇതിന് കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു എന്നത് വളരെ ഗുരുതരമാണ്. ഉദാഹരണത്തിന് ശ്രീ സെബാസ്റ്റ്യൻ പോൾ, പീപ്പിൾ TV ആണ് ഈ ബാർക്കോഴയെ പോലെ തന്നെ മറ്റു ചില കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്നത്. ഒന്ന് സോളാർ, പിന്നെ ഒപ്പം
കെ ബാബുവിനും രമേശ് ചെന്നിത്തലയ്ക്കും VS ശിവകുമാറിനും അടക്കമുള്ള എതിരെയുള്ള ഈ ബാർക്കോഴയുടെയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, ഇതിലൊക്കെ ഉമ്മൻചാണ്ടി എടുത്ത നിലപാടുകൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് വിനയാകുന്നു. മാണിയോട് രാജിവെക്കാൻ പറയാനാകുന്നില്ല ഉമ്മൻചാണ്ടിക്ക്. കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞു, ലീഗ് പറയുന്നു, RSP പറയുന്നു. ഇപ്പോഴും വിധിപ്പകർപ്പിന്റെ ചില കാരണങ്ങൾ ഉയർത്തിക്കാട്ടി കേരള കോൺഗ്രസ് ഇത്തരത്തിൽ വെല്ലുവിളിക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് മിണ്ടാനാകുന്നില്ല. അത് യഥാർത്ഥത്തിൽ വലിയൊരു പ്രതിസന്ധിയല്ലേ? ജനാധിപത്യത്തെ വലിയ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യങ്ങളല്ലേ അതൊക്കെ? അത് പാർലമെന്ററി ഡെമോക്രസിയിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന പ്രതിസന്ധിയാണിത്. ഇവിടെ മുഖ്യമന്ത്രി അതീവം ദുർബലാവസ്ഥയിലാണ്. ആ ദൗർബല്യം ഏറ്റവും നന്നായി അറിയാവുന്ന ആൾ തന്നെയാണ് KM മാണി. അതുകൊണ്ടാണ് KM മാണി ഇപ്പോൾ ഈ ധാർഷ്ട്യം കാണിക്കുന്നത്, മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ആ വെല്ലുവിളി ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ ഇന്നുണ്ട്. തീർച്ചയായും സെബാസ്റ്റ്യൻ പോൾ ദയവായി തുടരുക. വളരെ നിർണായകമായ ചില വിവരങ്ങൾ കൂടി പീപ്പിൾ TV ഇതാ പുറത്തുവിടുകയാണ്. ദേവസ്യ, താങ്കളും തുടരുക, കാരണം ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോയതിനു ശേഷം പുറത്തെത്താം. തോമസ് ഉണ്ണിയാടൻ അല്പം മുമ്പ് പറഞ്ഞത് വിധിപ്പകർപ്പ് പഠിച്ചു, അതിൽ മാണിക്കെതിരെ പരാമർശം ഇല്ല എന്നൊക്കെയായിരുന്നു. അതിന്റെ സത്യാവസ്ഥ എന്ത് എന്ന് പീപ്പിൾ TVക്ക് ബോധ്യമായിരിക്കുന്നു. മാണിക്കെതിരെ പരാമർശമില്ലെന്ന മാണി വിഭാഗത്തിന്റെ വാദം തെറ്റെന്ന് തെളിഞ്ഞിരിക്കുന്നു. സീസറിന്റെ ഭാര്യ സംശയാതീതമാകണമെന്ന പരാമർശം വിധിയുടെ ഭാഗം മാത്രമാണ്. പ്രതി മന്ത്രിയാകുമ്പോൾ തുടരന്വേഷണത്തിൽ ജനത്തിന് സംശയമുണ്ടാകും. നിയമം നടപ്പാക്കപ്പെടുന്നുണ്ടോ എന്ന് മാത്രമല്ല, ജനങ്ങൾ നടപ്പാക്കിയെന്നതിനെ കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമാവുക കൂടി വേണം.